ഹലോ, നമസ്കാരേ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഇന്ന് എണീക്കാൻ കുറച്ച് വൈകി പോയി അല്ലേ. അപ്പൊ പിള്ളേർക്കൊന്നും ഇന്ന് സ്കൂൾ പോകണ്ട, അതുകൊണ്ട് കുറച്ച് വൈകി. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനായി. ഇവനിങ് ഡ്യൂട്ടിയാണേ. അപ്പോ പോകുമ്പോ ഒരു കഞ്ഞി കുടിച്ചിട്ടാ പോലെ. അപ്പോ കാര്യമായിട്ട് കറിയൊന്നും ആക്കിയിട്ട അല്ലേ. മീനെല്ലാം വരുന്ന കുറച്ച് വൈകും. അപ്പോ സാധാരണ പോകുമ്പോ എന്തെങ്കിലും വറവും അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടാവില്ലേ. അപ്പൊ വറക്കാൻ വേണ്ടിട്ട് എന്താ ഉണ്ടാവില്ലേ. വളപ്പിലൊന്ന് തപ്പി നോക്കട്ടെ. അവിടെ ഒരു ചീരി ഉണ്ടല്ലോ, പച്ചച്ചീര. അവിടെ പച്ചച്ചീരി ഉണ്ട്. ഏതായാലും ഇന്നലെ നോട്ട് വിട്ടിനി എന്തോ വായത്തിന് ഇന്നലെ മുറിച്ചെടുത്തിട്ടാ. ഇന്നേതായാലും മുറിച്ചിട്ട് ഒരു വറവാക്കാം അല്ലേ. അപ്പൊ നമ്മുടെ പച്ചച്ചീരയുടെ നാണത്തോടെ നിൽക്കുന്നുണ്ട്. നാണമാകുന്നു മേനി നോകുന്നു എന്റെ കൈകൾ നിന്നെ മൂടുമ്പം എന്നാ തട്ടിക്കോ. ചീരക്ക് നാണാകുന്നുണ്ട് നിന്നെ കാണുമ്പോ. ഇല ഇങ്ങനെ തിന്നാൻ തുടങ്ങി അല്ലേ. ഇനി മുറിച്ചിട്ട് ശരിയാവൂല. നല്ല വളർച്ച വരും. ഇതേ വലുതാവും. ഇടലെല്ലാം ഉണ്ട്, ഇടയിൽ മുളക്കുന്നുണ്ട്. മറ്റൊരുപാട് ഉണ്ടാവുന്നേ, ഇപ്രാവശ്യം കുറവാണ് അല്ലേ. നീ അടിയെ മുറിക്കത്, മുറിച്ചെടുക്ക്. ഇതെല്ലാം മുറിച്ചോ. എന്തായാലും ഒരു പറവന്നെ ഉണ്ടല്ലേ. മതിയാ, അത്ര ഇല്ലല്ലേ. ഇതൊന്ന് കഴുകട്ടെ, തോട്ട് പോയിട്ട് എല്ലാം വൃത്തി ഒന്ന് കഴുകാം അല്ലേ. നടക്ക്. പുഴുണ്ടോക്കണേ കൈ. പുഴൊന്നും ഇല്ല അല്ലേ. ചില ഇല ഇങ്ങനെ പുഴു തിന്നിട്ടുണ്ട്. പ്രശ്നമില്ല ഒന്നല്ലേ. നല്ല ടേസ്റ്റായി. ഇത് വലിയ ഇലയാ. ഇതാണ് കുറച്ച് കഴിഞ്ഞിട്ട് നീ പറയുന്നത് കറി വെച്ചോട്ടാ. മീനുണ്ടെ മീൻ വാങ്ങിക്കോ. ഈ ചീരില്ലേ, നമ്മളെ കണ്ടകാലത്തെ പെരിങ്ങോട്ട് നമ്മളെ കണ്ടുണ്ട്. കണ്ടത്തിൽ ഇഷ്ടം പോലെ ഈ സമയത്ത് മുളച്ചിട്ടുണ്ട്. തന്നാലല്ല, അത് ഏതോ ഒരു കൊല്ലം നട്ടി നടുമ്പം അവര് ചീര കൊണ്ട് നട്ടിനി. പിന്നെ അത് കൊല്ലത്തിന് വിത്തങ്ങ് നശിച്ചു പോലോ. എത്രയാ ഉണ്ടാവുന്ന. പുളിശ്ശേരിയിലിടെ നല്ലതാണല്ലേ. പുളിശ്ശേരിയില ചോന്നത് ചോന്നത് നല്ല ഇടുന്നയാ പുളിശ്ശേരിയല്ല. അപ്പൊ ഇത് മുറിച്ചായിട്ടുണ്ടേ. രണ്ട് കാന്താരി നോക്കിട്ടില്ല. കാന്താരിയാ ഉണ്ടാവുമ്പോ നോക്കട്ടെ. അച്ഛൻ നിൽക്കുന്നുണ്ട്. അച്ഛ കാന്താരി ഉണ്ടാവുക. കാന്താരി പറിക്കാനുണ്ടാ? വാ നോക്കാലോ അച്ഛാ, വാ. കാന്താരി കുറവല്ലേ അച്ഛാ. ഇന്നാളെ നല്ലോണം ഉണ്ടായിട്ടല്ലേ. സമയത്തേ ഉണ്ടാവും. മത്തം പറക്കിയ ഈ പറഞ്ഞ വ്യത്യാസമുണ്ട് കേട്ടാ. ഇങ്ങനത്തെ പറഞ്ഞ നല്ല എരിവാണല്ലേ. നല്ല എരിവാണ്. ഉണ്ടച്ചാ, മതി 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 അച്ഛാ, മതി. കുറച്ച് പച്ചച്ചീര ഉണ്ടായിനച്ചാ, കുറച്ച് പച്ചച്ചീര ഉണ്ടായിനി. അനക്കാൻ ഡ്യൂട്ടിക്ക് പോവാനായി. അത് വറുത്തിട്ട് കഞ്ഞി കുടിച്ച് പോവാൻ വേണ്ടിട്ട്. ഇത് നമ്മളെ സാമ്പാർ ചീരയാണ്. പൂത്തു ഇന്നച്ചാ. ഇത് നല്ല ടേസ്റ്റാണ് വറുത്താല്. പൂവുണ്ട് അല്ലേ. ഞാൻ കൊടുക്കട്ടെ എന്നാലേ. എന്നാ പിന്നെ വറവാക്കല്ലേ. ലതിയാക്കുന്ന ഇങ്ങനെയാണ്.
പിന്നെ വേറെ രീതിയിൽ ഉണ്ടാവുമായിരിക്കും. ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നല്ലേ. നിങ്ങളാക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? അങ്ങനൊന്നുമില്ല, ഇത് ആരുണ്ടാക്കിയ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഉപ്പ് ഓരോരാളെ ടേസ്റ്റ് വ്യത്യാസല്ലേ, ഒരാളെ ടേസ്റ്റ് ആയിക്കില്ല മറ്റാൾക്ക്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലേ. കുറച്ച് വെള്ളം കൂടി വെള്ളം ബാക്കിയൊന്നും വേണ്ട, എന്നാൽ ഞാൻ വേവാൻ വേണ്ടിട്ടേ. അപ്പൊ നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട്, വെക്കാല. നേരെ ഇതുണ്ട് നോക്കുന്നുണ്ടാ ഈ സാധനം. മധുരണ്ടാ? അശ്വിന് അശ്വിന് കുടിച്ചുകൂടാട്ടോ, പനിയായോണ്ട്. അപ്പൊ നമ്മുടെ ഇല ഏകദേശം വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിലേക്ക് നമ്മുടെ തേങ്ങ, അതുപോലെ തന്നെ കാന്താരി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം അല്ലെ. അല്ല, വെളുത്തുള്ളി നല്ലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ആയാ പച്ച വെളിച്ചെണ്ണ അല്ലേ. നമ്മളെ പച്ചച്ചീര വറവ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നാരാട്ടൻ അത് മുട്ട ഓംപ്ലേറ്റും കൂടി ആക്കി കൊടുക്കാം. ഇത് നാരാട്ടൻ അങ്ങനെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. ഞാൻ 12 മണി വരെ മീൻകാരനെ നോക്കിയിട്ട്, പിന്നെ മീൻകാരൻ വന്നിട്ടെങ്കിൽ ഒരു സാമ്പാറോ ഒരു വേറെ എന്തെങ്കിലും. ഇത് വേഗം മുട്ട ഓംപ്ലേറ്റ് ആക്കട്ടെ. നല്ല നാടൻ മുട്ടയാണേ. എന്നാ പിന്നെ കഞ്ഞി കുടിക്കാം. നല്ല ചൂട് കഞ്ഞിയാണ്. ഏകദേശം ഡ്യൂട്ടിക്ക് പോകാൻ സമയേ, നല്ല ചൂടുണ്ട്. നമ്മളെ വറവ് നാടൻ മുട്ട ഓംപ്ലേറ്റ്. എന്നാ പിന്നെ ഞാനത് കുടിക്കട്ടെ.